മനുഷ്യ മനസ്സുകളുടെ സ്വാഭിമാന ബോധതലങ്ങളിലേക്ക് പാഞ്ഞു കയറുന്ന ഈ വരികൾ നമ്മൾ ഓർക്കുന്നുവോ? ബ്രിട്ടീഷുകാർ എത്ര വലിയ ശക്തിയായാലും ഞാൻ ചെറുത്തു നിൽക്കും, വേണ്ടി വന്നാൽ ആത്മത്യാഗം തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞ ഒരേ ഒരു യുവരാജാവിന് മാത്രമേ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയൂ. അതാണ് പഴശ്ശി, കേരളവർമ്മ പഴശ്ശിരാജ. എന്തൊരു മാസ്മരിക ശക്തിയുള്ള വാക്കുകൾ! ധീരതയുടെ, പോരാട്ട വീരത്തിന്റെ, സ്വാഭിമാനത്തിന്റെ, ചെറുത്തുനിൽപ്പിന്റെ ഒക്കെ ഈ വരികൾ, കേരളസിംഹം പഴശ്ശിരാജയുടെ ഈ വാക്കുകൾ എന്നും കേരളത്തിന്റെ നാഡീ ഞരമ്പുകൾക്ക് വീര്യം കൂട്ടുന്നത് തന്നെയാണ്. ഒരുമയുണ്ടെങ്കിൽ ആയുധമില്ലാതെയും അടരാടാം എന്ന് പഠിപ്പിച്ച, കേരളത്തിൽ തന്നെ ആദ്യമായി ജനകീയ പോരാട്ടം കാഴ്ചവെച്ച, വിദേശീയർ പോലും കേരളസിംഹമെന്ന് ഭയത്തോടെ വിളിച്ച കേരളത്തിന്റെ അഭിമാനമായ പഴശ്ശിരാജയുടെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്കാണ് ഇന്ന് സീനിയർ സഞ്ചാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കേരളത്തിലെ വയനാട് ജില്ലയിലെ പഴശ്ശിരാജയുടെ ശവകുടീരമാണ് പഴശ്ശിരാജ സ്മാരകം എന്നറിയപ്പെടുന്നത്. വയനാട്ടിൽ മാനന്തവാടിയിലെ കബനി നദിയുടെ തീരത്തായാണ് പഴശ്ശിരാജാവിന്റെ സ്മാരകം. 1753 ജനുവരി 3 വടക്കേ മലബാറിലെ കണ്ണൂരിൽ കോട്ടയം രാജവംശത്തിൽപ്പെട്ട പഴശ്ശിയുടെ ജനനം. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്താണ് കോട്ടയം രാജവംശത്തിന്റെ ആസ്ഥാനം. പുരളിമലയിൽ കോട്ട കെട്ടി താമസിച്ചുകൊണ്ടാവണം ഈ രാജവംശത്തെ പുരളീശ്വരന്മാർ എന്നും അറിയപ്പെട്ടിരുന്നു. കൽപ്പറ്റയിൽ നിന്നും 32 കിലോമീറ്റർ വടക്ക് കിഴക്കായി കാണുന്ന മാനന്തവാടിയിലേക്കാണ് സീരസഞ്ചാരി കൂട്ടരിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മുനീശ്വരൻ കുന്നിലെ കാഴ്ചകളിൽ ആർജിച്ച സമാധാനത്തിൽ തരളിതമായ മനസ്സിലേക്ക് ഇപ്പോൾ വടക്കൻ വീരഗാഥകളിൽ എന്നും മുഴങ്ങിക്കേട്ട വീരനായ പഴശ്ശിരാജയുടെ ഓർമ്മകൾ ഒരു ആരവത്തോടെ കയറി വരുന്നു. ഞങ്ങൾ സ്മൃതികുടീരത്തിന് അടുത്തെത്തിച്ചേർന്നു. കേരളത്തിന്റെ വീരപുരുഷന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ സ്മൃതികുടീരം സുഗന്ധപൂരിതമാക്കാനെന്ന വണ്ണം ഇളങ്കാറ്റിൽ പൂക്കൾ തലയാട്ടി നിൽക്കുന്നു. അതെ, അതിമനോഹരമായ ഒരു പൂന്തോട്ടമാണ് നമ്മളെ എതിരേൽക്കുന്നത്. സീനിയർ സഞ്ചാരിയും കൂട്ടരും പൂന്തോട്ടത്തിലൂടെ വർണ്ണപുഷ്പങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ച് സ്മൃതികുടീരത്തിനടുത്തേക്ക് നടന്നു. പഴശ്ശിയുടെ ഓർമ്മകൾ വീണ്ടും മനസ്സിനെ മുട്ടി വിളിക്കും പോലെ. കേരള ചരിത്രത്തിൽ നിന്നും ഒരിക്കലും ആരും മറന്നു കളയാത്ത ഒരു ഏടാണ് കേരളവർമ്മ പഴശ്ശിരാജ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാവാണ് അദ്ദേഹം. ബ്രിട്ടീഷുകാർ ഏറെ ഭയന്നിരുന്ന നാട്ടുരാജാവും പഴശ്ശിരാജ തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാരെ കേരള മണ്ണിൽ നിന്നും തുരത്തി ഓടിക്കാൻ ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു ജനകീയ രാജാവ്. ഇന്ത്യയെ കൊള്ളയടിക്കാനെത്തിയ ബ്രിട്ടീഷുകാരെ എന്നും ശത്രുതയോടെ നോക്കിക്കണ്ട രാജാവായിരുന്നു പഴശ്ശി. ബ്രിട്ടീഷുകാരുടെ കിരാത ഭരണത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന പാവപ്പെട്ടവരുടെയും കൃഷിക്കാരുടെയും ദുരിതങ്ങൾക്ക് മുൻപിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയോടെ കോട്ടയം രാജവംശത്തിന്റെ രാജാവായ പഴശ്ശിക്ക് നിൽക്കേണ്ടി വന്നു. ഒരിക്കലല്ല, പലവട്ടം. തന്റെ ദേശത്തെയും പാവങ്ങളെയും പിഴിഞ്ഞെടുക്കുന്ന കമ്പനി നടപടികളിൽ വ്രണതഹൃദയനായിരുന്നു പഴശ്ശി. കോട്ടയം സ്വതന്ത്രമാക്കാമെന്ന് ഉറപ്പിന്മേൽ 1-ാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ കാര്യം കഴിഞ്ഞപ്പോൾ കാലുമാറി എന്ന് മാത്രമല്ല, അവർ കോട്ടയം നാട്ടുരാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും പഴശ്ശിയുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും നിരാകരിച്ചുകൊണ്ട് അവിടെ അനധികൃതമായ നികുതി ചുമത്തുകയും അതിനായി പഴശ്ശിയുടെ തന്നെ അമ്മാവനും ശത്രുവുമായ കുറുമ്പനാട് രാജാവിന് അധികാരം നൽകുകയും ചെയ്തു. അഭിമാനിയായ പഴശ്ശി കമ്പനി പുറപ്പെടുവിച്ച ഉത്തരവുകൾ നിരോധിച്ചുകൊണ്ട് രാജാവെന്ന നിലയിൽ 1795 ജൂൺ 28 ഉത്തരവിറക്കി ബ്രിട്ടീഷുകാരോട് പകരം വീട്ടി. അതോടെ ബ്രിട്ടീഷുകാരുമായി പഴശ്ശി കൊമ്പുകോർത്തു എന്ന് തന്നെ പറയാം. പഴശ്ശിയെ ഇല്ലാതാക്കുക എന്ന് മാത്രമായി കമ്പനിയുടെ മുഖ്യ ലക്ഷ്യം. ഈ ഉത്തരവോടുകൂടിയാണ് ശരിക്കും പഴശ്ശി സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സിംഹമായി മാറിയത്, കേരള സിംഹം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു 1-ാം പഴശ്ശി വിപ്ലവം. നികുതി പിരിക്കാനായി നാടുവാഴികൾക്ക് അധികാരം നൽകി ബ്രിട്ടീഷുകാർ. നാടുവാഴികൾക്ക് അത് സന്തോഷമായി. പിരിക്കുന്ന നികുതി ഇനത്തിൽ ഒരു നിശ്ചിത ശതമാനം മാത്രം കമ്പനിക്ക് കൊടുത്താൽ മതി. സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലധികമായിരുന്നു ഈ നികുതി ഭാരം. നിസ്സാര വില നൽകിയാണ് ഈ കുരുമുളകും ഏലവും എല്ലാം അവർ കൈക്കലാക്കിയിരുന്നത്. കൃഷിക്കാരെ പാപ്പരാക്കുന്ന സമീപനമായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ കൈക്കൊണ്ടിരുന്നത്. അവിടെയാണ് പഴശ്ശിയുടെ ഇടപെടൽ ആദിവാസികൾക്കും കൃഷിക്കാർക്കും പ്രിയപ്പെട്ടതായത്. അവർക്കായി ചോദിക്കാനും പറയാനും ഒരാളുണ്ടെന്ന തോന്നൽ വല്ലാത്തൊരു ആവേശമായി ആദിവാസികളിലും കർഷകരിലും പടർന്നു കയറി. കുറിച്യർ, കുറുമ്പർ തുടങ്ങിയ ആദിവാസി സമൂഹങ്ങളും കൃഷിക്കാരും പഴശ്ശിയുടെ പിന്നിൽ അണിനിരുന്നു. ഒരു ജനകീയ സേനയുടെ ആവിർഭാവം കേരളം കാണുകയായിരുന്നു ആദ്യമായി. പഴശ്ശിയുടെ വലങ്കയായി മാറിയതാകട്ടെ തലയ്ക്കൽ ചന്തു. തലശ്ശേരിയിലുണ്ടായിരുന്ന മൂസയെ പഴശ്ശിരാജയുടെ വീരസാഹസികത നിറഞ്ഞ യുദ്ധചരിതങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക അസാധ്യം. ഈ സമയത്ത്
കേരളവർമ്മ പഴശ്ശിരാജാവാകട്ടെ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ എല്ലാ നികുതിയും റദ്ദാക്കി കമ്പനിയെ വകവയ്ക്കാതെ ഭരിക്കുകയും ചെയ്തു. കമ്പനി പട്ടാളവും പഴശ്ശിരാജയുടെ പടയും തമ്മിൽ നിരന്തരം പോരാട്ടങ്ങൾ നടന്നു. പിന്നീട് നടന്ന സന്ധി സംഭാഷണങ്ങളിൽ ഒടുവിലായി 1797 കുറുമ്പനാട് രാജാവായ പഴശ്ശിയുടെ അമ്മാവൻ നികുതി പിരിക്കാനുള്ള അവകാശം റദ്ദാക്കിയതോടെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിച്ചു. തുടർന്ന് 1799 വയനാട് കമ്പനി വകയായി പ്രഖ്യാപിച്ചതും നികുതി പിരിക്കാനുള്ള ശ്രമം നടത്തിയതുമൊക്കെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായി. ഇതോടെ ബ്രിട്ടീഷുകാരുടെ സ്വൈരവിഹാരത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന പഴശ്ശിയെ എങ്ങനെയും വകവരുത്തുക എന്നത് മാത്രമായി ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. തുടർന്ന് വളരെ ക്ലേശകരമായ യുദ്ധം പല ആവർത്തി നടന്നു. ഈ കാലയളവിൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാർ 1800 ആയപ്പോൾ പഴശ്ശിയെ പരാജയപ്പെടുത്താൻ പിൻസർ മൂവ്മെന്റ് എന്ന തന്ത്രം ഏർപ്പെടുത്തി. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തി പേരെടുത്ത ആർതർ വെല്ലസിയുടെ നേതൃത്വത്തിലായിരുന്നു ഇതിന്റെ ശ്രമം. ഈ കാലയളവിൽ കേരളവർമ്മ പഴശ്ശി മലബാർ കർഷകരും ചേർന്നു അഞ്ചരക്കണ്ടിയിലെ ബ്രിട്ടീഷ് സുഗന്ധവ്യഞ്ജനത്തോട്ടങ്ങൾ ആക്രമിച്ചത് ബ്രിട്ടീഷുകാരെ രോഷാകുലരാക്കി. തുടർന്നുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജ ഗറില്ല യുദ്ധം ആരംഭിച്ചു. ഇത് ബ്രിട്ടീഷുകാർക്ക് കനത്ത ജീവനഷ്ടമുണ്ടാക്കി. പഴശ്ശി ജീവനോടെ ഇരിക്കും കാലം ബ്രിട്ടീഷ് സേനയ്ക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമായി. പഴശ്ശിയെ യുദ്ധം ചെയ്ത് പിടികൂടാനായില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ കേരളത്തിലെ പണക്കൊയ്യന്മാരെ പീഡിപ്പിക്കുവാനും ഒറ്റുകാർക്ക് കൈക്കൂലി കൊടുത്ത് വശത്താക്കുവാനും ശ്രമിക്കുകയുണ്ടായി. കോട്ടയത്തെ എല്ലാ റവന്യൂ പിരിവുകളും പഴശ്ശി നിർത്തലാക്കിയത് മൂലം ബ്രിട്ടീഷുകാർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുത്തു. മലബാറിൽ കർഷക പോരാട്ടങ്ങൾ നിരവധി നടന്നു. ഇതിലൊക്കെ അസ്വസ്ഥരായ ബ്രിട്ടീഷുകാർ ഏത് വിധേനയും ആൾക്കാരെ സ്വാധീനിച്ചായാലും കൈക്കൂലി കൊടുത്തായാലും ഒക്കെ പഴശ്ശിയെ വകവരുത്താനുള്ള ഉപായങ്ങൾ തേടി നടന്നു. അതിലവർ വിജയിക്കുകയും ചെയ്തു. പഴശ്ശിയുടെ വലങ്കൈയായ തലക്കൽ ചന്തുവിനെ ബ്രിട്ടീഷുകാർ പിടികൂടി ഇല്ലാതാക്കിയത് ഒരു പ്രഹരം തന്നെയായി മാറി. ഗറില്ല യുദ്ധതന്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയ പഴശ്ശിയുടെ സൈന്യം ബ്രിട്ടീഷ് സൈന്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഒരു കാട്ടിൽ നിന്നും മറ്റൊരു കാട്ടിലേക്ക് മാറി മാറി ഗറില്ല യുദ്ധം നയിച്ചു വരവേ കരുണാകര മേനോൻ പോലുള്ള ഒറ്റുകാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയുടെ ഒളിത്താവളം കണ്ടുപിടിച്ചു. പഴശ്ശി ഒളിവിൽ താമസിച്ചത് പുൽപ്പള്ളി ഗുഹയിലായിരുന്നു. ബ്രിട്ടീഷുകാർ പഴശ്ശിയെ മാവുലന്തോട് തീരത്ത് വെച്ച് വളഞ്ഞു. 15 മണിക്കൂർ നീണ്ട ഘോര പോരാട്ടത്തിനൊടുവിൽ പഴശ്ശി സൈന്യം പിന്തിരിയുകയാണുണ്ടായത്. എന്നാൽ അതിനു മുൻപായി പുൽപ്പള്ളിക്കാട്ടിലെത്തിയ കരുണാകര മേനോനെ കണ്ട പഴശ്ശി ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് ഗർജിച്ചു. ഛീ, മാറി നിൽക്ക്, ഇല്ലേ നിന്നെ ഞാൻ വധിക്കും. പിന്നെ കേട്ടത് ഒരു വെടിയൊച്ചയായിരുന്നു. അങ്ങനെ വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ സൂര്യതേജസ് പോലെ ജ്വലിച്ചു എന്ന ആഹാര സൗഷ്ഠവമുള്ള കേരളത്തിന്റെ പരിചിതനായ പഴശ്ശിരാജ 1805 നവംബർ 30 മാവിലന്തോട് എന്ന സ്ഥലത്ത് വെച്ച് മരണം സ്വയം വരിച്ച് ഒരു ഓർമ്മയായി മാറി. ആ നിമിഷങ്ങളിൽ പഴശ്ശിരാജയുടെ എതിരാളിയായിരുന്ന മലബാർ സബ് കളക്ടർ ശ്രീ ബാബർ വീടുപോയ ധീരനായ മാതൃരാജ്യത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച മലയാളത്തിന്റെ അഭിമാനമായ നെഞ്ചുപിരിച്ചിരുന്ന ധീരയോദ്ധാവിനെ പഴശ്ശിരാജയുടെ ചലനമറ്റ ശരീരത്തെ അസൂയ കലർന്ന ആദരവോടെ വർദ്ധിച്ച ബഹുമാനത്തോടെയായിരുന്നു നോക്കിക്കണ്ടത്. അദ്ദേഹം പഴശ്ശിയുടെ ശരീരത്തെ ബഹുമാനത്തോടെ ആദരവോടെ തൻ്റെ പല്ലക്കിൽ തന്നെ കയറ്റി ഇവിടെ എത്തിക്കുകയും സംസ്കരിക്കുകയും ചെയ്തു. എല്ലാ ബഹുമാനങ്ങളോടും കൂടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സന്ധിയില്ലാ സമരം ഹൃദയത്തിൽ കുറിച്ച രാജാവാണ് പഴശ്ശി. ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് ഭഗവാൻ കൃഷ്ണനെപ്പറ്റി പറഞ്ഞതുപോലെ സ്വാഭിമാനിയായ ധീരനായ രാജ്യസ്നേഹിയായ ബ്രിട്ടീഷുകാർക്കെതിരെ ഗർജിക്കുന്ന കേരള സിംഹം ബ്രിട്ടീഷുകാരുടെ മുൻപിൽ തലകുനിക്കാനോ ഒരിക്കലുമില്ല. കേരളത്തിന്റെ രക്തസിരകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ധീരതയുടെ പര്യായമായ കേരളവർമ്മ പഴശ്ശിരാജ സ്വയം വെടിവെച്ച് ജീവൻ വെടിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാം. അത് തന്നെ ആയിരിക്കണം സത്യവും. ഒരു വീരസാഹസിക ചരിത്രം ഇതിലൂടെ ഇതിനകം കടന്നുപോയിരിക്കുന്നു. ഇതാ കേരള മണ്ണിന്റെ അഭിമാന പുത്രന്റെ സ്മരണകൾ പേറുന്ന ഇടം പഴശ്ശിരാജ സ്മാരകം. ശത്രുക്കൾ പോലും ആദരവോടെ ബഹുമാനത്തോടെ വീക്ഷിച്ച വീരകേരള പഴശ്ശിരാജയുടെ അന്ത്യവിശ്രമ സ്ഥാനം. വീതിയേറിയ 4 തൂണുകളിലാണ് ഈ സ്മൃതി കുടീരം സ്ഥാപിച്ചിരിക്കുന്നത്. വീതിയേറിയ തൂണുകളുടെ ഇരുഭാഗത്തും പഴശ്ശിരാജയുടെ ജീവിതകഥ ആലേഖനം ചെയ്തിരിക്കുന്നു. പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന നിർമ്മാണം. ഇന്നിത് ഒരു വിനോദ കേന്ദ്രം കൂടിയായി മാറിയിരിക്കുന്നു.
ബോട്ട് യാത്രാ സൗകര്യവും കുട്ടികൾക്കായുള്ള വിനോദ വസ്തുക്കളും ഇവിടെ ഉണ്ട്. കൂടാതെ ഒരു അക്വേറിയവും. 1980 സംസ്ഥാന പുരാവസ്തു വകുപ്പ് പഴശ്ശി കുടീരം സംരക്ഷിത സ്മാരകമാക്കി മാറ്റി. സന്ദർശകർക്കായി തിങ്കളാഴ്ച ഒഴികെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ സ്മാരകം തുറന്നിരിക്കും. പ്രവേശന ഫീസായി മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് നൽകേണ്ടത്. ഇവിടെ സന്ദർശിക്കാനുള്ള നല്ല സമയമെന്ന് പറയുന്നത് നവംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. ഞാൻ ആ സ്മൃതി മന്ദിരത്തിന് ഒന്ന് പ്രദക്ഷിണം വെച്ച് കേരളത്തിന്റെ ധീര യോദ്ധാവിന് 52ാമത്തെ വയസ്സിൽ ഈ ലോകത്തുനിന്ന് പോയ ജനകീയ രാജാവിന് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഭൂഗർഭ നിലയിൽ സ്ഥാപിച്ചിരിക്കുന്ന മ്യൂസിയത്തിലേക്ക് പടവുകൾ ഓരോന്നായി ഇറങ്ങിച്ചെന്ന് ഞാൻ. 2010 ഡിസംബറിലാണ് ഈ മ്യൂസിയം ഇവിടെ സ്ഥാപിച്ചത്. അതിൽ ചരിത്ര ഗാലറി, നാണയ ഗാലറി, ഇൻട്രഡക്ടറി ഗാലറി തുടങ്ങിയ വിഭാഗങ്ങളുമുണ്ട്. പഴശ്ശിരാജയുടെ വാള് പ്രധാനമായ ഒരു ആകർഷണമായി ഇപ്പോഴും തുടരുന്നു. പഴശ്ശി ഗാലറി, ട്രൈബൽ ഗാലറി, ഹെറിറ്റേജ് ഗാലറി, അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രദർശന വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയുന്നു. പഴശ്ശി വിപ്ലവത്തെ നിരോധിച്ചുകൊണ്ടുള്ള ബ്രിട്ടീഷ് ഉത്തരവുകളും വിവിധ എഴുത്തുകുത്തുകളും ഒക്കെ പഴയകാലത്തെ ആയുധങ്ങളും കൽപ്രതിമകളും പാത്രങ്ങളും ഗൃഹോപകരണങ്ങളും മര ഉരുപ്പടികളും നാണയങ്ങളും കൂടാതെ ലോകോത്തര ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളും ഇവിടെ നമുക്ക് കാണാൻ ലഭ്യമാണ്. കേരളത്തിന്റെ ദേശാഭിമാന ബോധത്തിന്റെ പ്രോജ്വലിക്കുന്ന അധ്യായമാണ് പഴശ്ശിയുടെ ജീവിതം. സ്വന്തമായ വിഭവങ്ങളോ സൈന്യമോ പടക്കോപ്പുകളോ ഇല്ലാതെ 12 വർഷമാണ് പഴശ്ശി കമ്പനി പടയോട് ഏറ്റുമുട്ടിയത്. ഇതെങ്ങനെ സാധിച്ചുവെന്ന് ഇന്നും ചരിത്രകാരന്മാരെ അമ്പരപ്പിക്കുന്ന വസ്തുതയാണ്. ഞാനും അത് ഓർത്ത് അത്ഭുതപ്പെട്ടുകൊണ്ട് അഭിമാനബോധത്തോടെ ആ സ്മൃതി കുടീരത്തിൽ നിന്നും തിരികെ യാത്രയായി. ഫ്രണ്ട്സ്, ഇനിയും നമുക്ക് പോകേണ്ടുന്നത് ഫാൻറ്റം റോക്കിലേക്കാണ്. വരും ദിവസങ്ങളിൽ ഫാൻറ്റം റോക്കിന്റെ കാഴ്ച വിശേഷങ്ങളുമായി നിങ്ങളുടെ അരികിലെത്തുന്നു സീനിയർ സഞ്ചാരി. നന്ദി.